ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റേഷൻ അരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ നല്ല മൊരിഞ്ഞ ദോശയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരേ ബാറ്റർ കൊണ്ടാണ് ഈ ഇഡ്ഡലിയും ദോശയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റേഷൻ അരി ചോറ് വയ്ക്കുന്ന വെള്ളരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റേഷൻ അരി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ റേഷൻ അരിയുടെ ഒരു സ്മെല്ലുള്ളത് പോയി കിട്ടും. ഇനി നമുക്ക് ഇതൊരു 6-7 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. നന്നായി കുതിർന്നാലാണ് ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ്സിൽ താഴെയാണ് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ നമുക്ക് ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ നന്നായി വെള്ളമൊഴിച്ച് ഇത് അടച്ചു വയ്ക്കാം. ഞാനിത് കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകിട്ടാണ് ഞാനിത് അരച്ചെടുക്കണത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് അരിയും ഉലുവയും കൂടി ഇട്ടിട്ടുള്ളത് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നന്നായി അരഞ്ഞിട്ടില്ല. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി ഉഴുന്നും ഈ അരി അരച്ചതും കൂടി നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി പിറ്റേ ദിവസം നമുക്ക് കാലത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ നന്നായി നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവ് ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായി പുരട്ടി കൊടുക്കാം. ഓയിൽ പുരട്ടിയ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് കുറേശ്ശെയായി മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 2 ഇഡ്ഡലി തട്ടിലേക്കും മാവ് ഒഴിച്ച് കൊടുത്ത് ആവിയിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേഗം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയ മാവിൽ ബാക്കി ഇരിക്കുന്ന മാവ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ദോശ ചുടാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇഡ്ഡലി നമുക്ക് എടുക്കാം. അപ്പോൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാണ്ട് തന്നെ ഇഡ്ഡലി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇഡ്ഡലി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കണ്ടോ, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അവലോ ചോറോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ഇഡ്ഡലി മാവിൽ വെള്ളം ചേർത്ത് ദോശയുടെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശക്കല്ല് ചൂടാവുമ്പോൾ നമുക്ക് ഈ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരേ മാവ് കൊണ്ടാണ് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിട്ടുള്ളത്. റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.